അരൂരിനെ കുറിച്ച് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എല്ലാ കൊല്ലവും ഒരു പ്രസംഗം നടത്തും. എല്ലാ കൊല്ലവും അത് പത്രങ്ങളിലൊക്കെ ഒരു കോളം 2 ഇഞ്ച് വാർത്തയായിട്ട് വരും. ഒരു കൊല്ലം ഞാനാണ് ചെയ്തത്. അതും എഴുതി വായിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്കറിയാം ഇതിനെക്കുറിച്ചിട്ട് ഒരുപടി ഭിന്നാഭിപ്രായവും തർക്കങ്ങളും വരും. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ലേഖകന്മാർ വളഞ്ഞൊടിച്ചതാ, ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ്. അത് ഇത് ടി പത്മനാഭൻ അത് ചെയ്യില്ല. പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് ഞാൻ എഴുതി വായിക്കുക ചെയ്തത്. 22 ലേഖനങ്ങൾ, നോട്ട് ലെസ് ദാൻ 22, 22 ദേശാഭിമാനിയിൽ വന്നു ഈ പ്രസംഗത്തെക്കുറിച്ച്. കലാകൗമുദിയിൽ 21 ലേഖനം ഓരോ ആഴ്ചയും. ഒടുവിൽ ഇവർ 2 കൂട്ടരും എൻ്റെ മറുപടി അതും വന്നു. പിന്നെ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ തെറിപൂരമായിരുന്നു. അത് പലരുടെയും പ്രശ്നം എന്തുകൊണ്ട് അവരെ മെൻഷൻ ചെയ്തില്ല എന്നുള്ളത്. നിങ്ങൾ ഈ ചോദ്യം അന്ന് വന്നിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഇവർ ഒരുപക്ഷെ നാളത്തെ മികച്ച കഥാകൃത്തുക്കൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞവരിൽ ഒരു 3-4 പേരെ ഒന്നുകൂടെ പറയാമോ? ചിലരൊക്കെ മരിച്ചു. പറയണ്ട. എങ്കിലും അതിൽ രസം എന്താന്ന് വെച്ചാൽ ഞാൻ അതും എഴുതി വായിച്ച പ്രസംഗമാണല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കഥാകൃത്ത് വന്നിട്ട് എന്താ എൻ്റെ പേര് പറയാൻ ചോദിക്കുക. അപ്പോൾ പറയാൻ നിങ്ങളുടെ കഥ നിലവാരം അത്രത്തേക്കില്ല. CV ശ്രീരാമൻ എൻ്റെ സുഹൃത്തല്ല. ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല. CV ശ്രീരാമൻ്റെ കഥകളുടെ സ്ട്രക്ചറും എൻ്റെതും തമ്മിൽ ഒരു സാമ്യമില്ല. അദ്ദേഹം ഒരു കൊച്ചു നോവല് പോലെയാണ് എഴുതുക. സുദീർഘല്ലേ? 1, 2, 3 സുദീർഘല്ലേ? വാസ്തുകാര തന്നെ ഒരു കൊച്ചു നോവലല്ലേ? പിന്നെ എൻ്റെ കഥകൾ ഒരു മാക്സിമം 2 പേജ് അല്ലേ? അത്രയല്ലേ ഉള്ളൂ.